ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പപ്പായുടെ ഓർമ്മയായിരുന്നു. ഒരു വർഷത്തെ പപ്പ മരിച്ചു പോയത് ഇപ്പോഴും ഞങ്ങൾക്ക് സ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അതുതന്നെയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് വിഷമമാണ് ശരിക്കും. ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് ഇപ്പോൾ പോയായിരുന്നു കുറച്ച് ദിവസത്തെ അവധിക്ക്. അപ്പോൾ നമ്മളതിൻ്റെ ശുശ്രൂഷകളും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ചെല്ലാം വളരെ ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയൊക്കെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് ഒന്ന് കാണാം. ഓക്കെ, അതിനകത്ത് ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ അടുത്തുള്ളവരും ഒക്കെ അതിൽ പങ്കിട്ട് ആ ചടങ്ങ് വളരെ ഓർമ്മ വളരെ അനുഗ്രഹപ്രദമാക്കി തീർത്തു. സ്റ്റിൽ ഇപ്പോഴും ഞങ്ങളൊരിക്കലും ഓർക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു ദിവസമാണത്. പപ്പ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അവരങ്ങനെ സജീവരായിട്ട് നിലനിൽക്കും. വിശുദ്ധ കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ മേലും അവരുടെ മേലും ജീവനുള്ളവരുടെ മേലും മരിച്ചുപോയവരുടെ മേലും ഒരുപോലെ അവരങ്ങനെ നമ്മുടെ കൺമുമ്പില്ല എന്നേ ഉള്ളൂ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ പരേതൻ്റെ ആത്മാവിനെ സ്വർഗീയങ്ങളിൽ ചേർക്കട്ടെ. ആ പരേതൻ്റെ പ്രാർത്ഥന മക്കൾക്കും കുടുംബത്തിനും എല്ലാം അനുഗ്രഹമായി തീരട്ടെ. സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അവരുടെ ധൂപപ്രാർത്ഥനയും അതിനുശേഷം കടന്നു വന്ന എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം എല്ലാവരും സംബന്ധിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പള്ളിയിലുള്ള ശുശ്രൂഷകൾക്ക് ശേഷം കബറടത്ത് വന്ന് നമ്മൾ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നു ചേർന്നവരൊക്കെ അവിടെ വന്നു അതിൽ സംബന്ധിച്ചു. എല്ലാം വളരെ മനോഹരമായി ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധ സഹവാസവും വാങ്ങിപ്പോയ ദാസന്റെ ആത്മാവിന്റെ മേലും നിന്റെ മക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിലും വന്ന് ചേർന്നവരെല്ലാവരും അതിലും സംബന്ധിച്ചു. ഒക്കെ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം നമ്മൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലും പ്രാർത്ഥനയും അതുപോലുള്ള ശുശ്രൂഷകളും നമ്മൾ വീട്ടിലും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വേഗം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനും അവിടെ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെയും ചെയ്തു. നല്ല ഉന്നതി നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയി നിന്റെ സന്നദ്ധിലേക്ക് എടുക്കപ്പെട്ട ദാസന്റെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ നാളുകളൊക്കെയിലും സ്തുതിയും സ്തോത്രവും ആരാധനയും യോഗ്യമാകുന്നു. പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന പിതാവിന്റെ ആത്മാവിനെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്ത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ഞാൻ അവനിൽ വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്
ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്ത വചനം ഞങ്ങളിലും നിന്റെ ദാസനിലും നിറവേറ്റണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാവിനെ ആയുസ്സോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും നീ പോറ്റി പുലർത്തണമേ. ദാനമായിട്ട് കൊടുത്ത മക്കളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അവിടെ ഉപജീവന മാർഗങ്ങളെ വർദ്ധിപ്പിക്കണമേ. അവർക്ക് ദാനമായിട്ട് കൊടുത്ത തലമുറകൾക്ക് നല്ല ഭാവിയും നല്ല ദൈവാനുഗ്രഹവും കൊടുക്കണമേ. നിന്റെ വിജയ സ്ലിബായാൽ ഈ ഭവനത്തെ നീ മുദ്രയിട്ട് കൊള്ളണമേ. ഒരു ദുഷ്ടാത്മാവ് കടക്കുവാനോ സമാധാനം കെടുത്തുവാൻ ഇടയാക്കരുതേ. കാവൽ മാലാകമാരാൽ സംരക്ഷിക്കണമേ. കടന്നു വന്ന ബന്ധുമിത്രാദികളും സഹോദരങ്ങളുമായവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പാങ്ങിപ്പോയ ആത്മാക്കളുടെ മേലും നിന്റെ മക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ വീട്ടിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു പോയി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ളവർക്കും ചില ബന്ധുക്കൾക്ക് രാവിലെ വരാൻ കഴിയാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതിലും എല്ലാ ആൾക്കാരും വന്ന് സംബന്ധിച്ചവരോടെല്ലാം ഈ അവസരത്തിൽ നമ്മൾ നന്ദി കരയറ്റുവാണ്. ദൈവം നമുക്ക് എത്രത്തോളം എല്ലാ അനുഗ്രഹങ്ങളും തന്നു. ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അപ്പോൾ ഞങ്ങളുടെ മാതാവ്, എല്ലാ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ളവർ, അയൽവക്കത്തെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇതിൽ വരാൻ കഴിയാത്തവരും ഉണ്ട്. അവരോട് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അവരെയും നമ്മൾ ഈ അവസരം ഓർക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.